മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമായാലും, ഇന്ത്യയിലെ ഭോപ്പാൽ ദുരന്തമായാലും, റാണ പ്ലാസ ദുരന്തമായാലും, ചെർണോവിലായാലും കഥ ഒന്നു തന്നെ. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ. ഏതു വലിയ വ്യവസായത്തിലും ലാഭം വർദ്ധിപ്പിക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിന്റെ ആദ്യ ഇരകൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. തൊഴിലാളിയുടെ സുരക്ഷ എന്നത് കേവലം ഒരു വ്യക്തിയുടെ സുരക്ഷയല്ല, മറിച്ച് ആ സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും കൂടി സുരക്ഷയാണ്. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ പ്രകൃതിക്കുമേൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ ദശകങ്ങൾ വേണ്ടിവരും. ലോക തൊഴിലാളി ദിനത്തിലേക്ക് ഇനി 5 ദിവസങ്ങൾ മാത്രം. നമ്മൾ ഇന്ന് ഏപ്രിൽ 26 നിൽക്കുമ്പോൾ ചരിത്രം നമ്മൾക്ക് മുന്നിൽ 2 വലിയ പാഠങ്ങളാണ് നൽകുന്നത്. 1886 മെയ് 1 എന്ന വിപ്ലവത്തിലേക്ക് അമേരിക്കൻ തൊഴിലാളികൾ ആവേശത്തോടെ തയ്യാറെടുക്കുന്ന അവസാനവട്ട ഒരുക്കങ്ങൾ. മറ്റൊന്ന്, കൃത്യം 40 വർഷങ്ങൾക്ക് മുമ്പ് 1986 ഏപ്രിൽ 26 ലോകത്തെ നടുക്കിയ ചെർണോവിൽ ആണവ ദുരന്തം. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? അത് മറ്റൊന്നുമല്ല, തൊഴിലാളിയുടെ സുരക്ഷയും പ്രകൃതിയുടെ നിലനിൽപ്പും. മുതലാളിത്ത ലാഭക്കുതിക്ക് മുന്നിൽ തൊഴിലാളിയുടെ ജീവനും പ്രകൃതിയുടെ ആരോഗ്യവും എങ്ങനെ നിലനിൽക്കപ്പെടുന്നു എന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1986 ഏപ്രിൽ 26 ഇന്നത്തെ ഉക്രൈനിലെ ചെർണോവിൽ ആണവ നിലയത്തിൽ നടന്ന സ്ഫോടനം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ദുരന്തങ്ങളിൽ ഒന്നാണ്. അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ, ആ പ്രദേശം മുഴുവനും അത് വരുത്തിവെച്ച വിനയും ഇന്നും അവസാനിച്ചിട്ടില്ല. 1986 ഏപ്രിൽ 26 പുലർച്ചെയാണ് സംഭവം. അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ഉക്രൈന്റെ വടക്കൻ ഭാഗത്തുള്ള ചെർണോവിൽ ആണവ നിലയത്തിലാണ് ഈ അപകടം നടന്നത്. നിലയത്തിലെ 4-ാം നമ്പർ റിയാക്ടറിലായിരുന്നു പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. റിയാക്ടറിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണമാണ് ദുരന്തത്തിന് കാരണമായത്. പരീക്ഷണത്തിനിടെ റിയാക്ടറിലെ പവർ പെട്ടെന്ന് കുറയുകയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണാതീതമായി ചൂട് വർദ്ധിക്കുകയും ചൂട് അമിതമായ നീരാവി വർദ്ധിക്കുകയും അത് റിയാക്ടറിന്റെ മുകൾ ഭാഗം തകർക്കുകയും വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെട്ടു. ചെർണോവിൽ ദുരന്തമുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. ഹിരോഷിമയിൽ വീണ ബോംബിനേക്കാൾ 100 കണക്കിന് ഇരട്ടി റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് അന്തരീക്ഷത്തിൽ കലർന്നത്. ഇത് കാറ്റ് വഴി യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. സ്ഫോടന സമയത്ത് തന്നെ കുറച്ചു പേർ മരിച്ചു. എന്നാൽ പിന്നീട് റേഡിയേഷൻ ഏറ്റതുമൂലം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ പിടിപെട്ടത്. നിലയത്തിന് അടുത്തുള്ള പ്രിപാക്ട് നഗരത്തിലെ താമസക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. ഇന്നും ആ നഗരം ഒരു പ്രേത നഗരമായി തുടരുന്നു. റേഡിയേഷൻ നിയന്ത്രിക്കാൻ ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്ത 10,000-കണക്കിന് ആളുകളെ ലിക്വിഡേറ്റർമാർ എന്ന് വിളിക്കുന്നു. റിയാക്ടറിന് മുകളിൽ ഹെലികോപ്റ്ററുകളിൽ മണൽക്കൂനകൾ നിക്ഷേപിച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് കവചം നിർമ്മിച്ച് അവ റേഡിയേഷൻ തടഞ്ഞു നിർത്തി. ഇന്ന് ചെർണോവിൽ നിലയത്തിന് ചുറ്റുമുള്ള 40 കിലോമീറ്റർ പ്രദേശം എക്സ്ക്ലൂഷൻ സോൺ ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ മനുഷ്യവാസം അനുവദനീയമല്ല. ആണവോർജം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് ലോകത്ത് വലിയൊരു പാഠമാണ് ചെർണോവ് നൽകുന്നത്. ഏതു വലിയ വ്യവസായത്തിനും ലാഭം വർദ്ധിപ്പിക്കാനായി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിന്റെ ആദ്യ ഇരകൾ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. മെയ് ദിനത്തിന്റെ ചരിത്രം 8 മണിക്കൂർ തൊഴിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ നാം നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനൊപ്പം വലിയൊരു തലത്തിലേക്ക് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇക്കോ സോഷ്യലിസം. മാന്യമായ വേതനത്തിനും വിശ്രമത്തിനും തൊഴിൽ സംരക്ഷണത്തിനുമൊപ്പം ജീവിക്കാൻ അനുയോജ്യമായ ഒരു ഇടം കൂടി നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. മലിനമാക്കുന്ന ഫാക്ടറികളിൽ വിഷപ്പുക ശ്വസിച്ച് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് തന്റെ വേതനം കൊണ്ട് മാത്രം എന്ത് ഗുണമാണുള്ളത്? ചൂഷണമുക്തമായ തൊഴിലിടം എന്നതിന് ഒപ്പം മലിനീകരണ മുക്തമായ ഒരു ലോകം കൂടി തൊഴിലാളി വർഗത്തിന്റെ ആവശ്യമായി മാറണം. ഏപ്രിൽ 26 നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ചരിത്രത്തിലെ പോരാട്ടങ്ങളെ ഓർക്കുമ്പോൾ തന്നെ വർത്തമാനകാലത്തെ വെല്ലുവിളികൾ കൂടി നമ്മൾ തിരിച്ചറിയണം. സുരക്ഷിതമായ
തൊഴിലന്തരീക്ഷം ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ്. അത് സംരക്ഷിക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ ഇനിയും ഒരു ചെർണോവോ ഭോപ്പാലോ ഉണ്ടായേക്കാം.